എന്താ ദുസ്വപ്നം വല്ലതും കണ്ട് എഴുന്നേറ്റാണോ നീ? ഇന്ന് ഏതാ ദിവസം ശ്രീടച്ച? എന്റെ കരിക്കോത്തിയമ്മേ. അമ്മ പ്ലീസ്, ഞാൻ ഒരു ദുസ്വപ്നവും കണ്ടില്ല ഇവിടെ. ഉറങ്ങിയിട്ടില്ല സ്വപ്നം കാണാൻ. ഉറക്കം വരുന്നില്ല എനിക്ക്. ഉറക്കം വരുന്നില്ലേ? കൊള്ളാം. എങ്ങനെ ഉറക്കം വരാനാണ്? മൊബൈലിൽ നോക്കിക്കിടന്ന ആ കാര്യം ഉറക്കം വരില്ല. ആദ്യം എടുത്ത് അടുപ്പിലിടന നിന്റെയൊക്കെ മൊബൈൽ ഫോണാ. ഞാൻ ഉറങ്ങാമേ, അമ്മ പോയി കിടക്കാൻ നോക്ക്. അതെ, ആദ്യ രാത്രിക്ക് ഇവിടെ നിന്ന് നിന്റെ മൈതാന പ്രസവം കൂടി കേട്ടാ മോളുടെ ഉള്ള ഉറക്കം കൂടി പോവുള്ളൂ. നോക്ക് കുഞ്ഞെ, നീ ഓഫീസിലെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കരുത്. ഉറങ്ങാൻ കിടക്കുമ്പോ ഒന്നും ആലോചിക്കാതെ കണ്ണടച്ച് കിടന്നാല് നല്ല ഉറക്കം കിട്ടും. മോള് ധൈര്യമായിട്ട് ഒന്നും ആലോചിക്കാതെ കണ്ണടച്ച് കിടക്ക്, പെട്ടെന്ന് ഉറങ്ങിക്കോളൂ. ശരി അച്ഛാ. ദേവി, മോനെ,
ശ്രീ, നീ വീണ്ടും അവിടെ ഫോണിൽ എന്ത് ചെയ്യുന്നു? ഫോൺ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞില്ലേ? നേരെ എത്രയെന്ന് അറിയാം നിനക്ക്? ഓഫീസിൽ നിന്ന് ഫോണിലൊരു മെയില് വന്നത് അമ്മേ, ഞാനത് ചെക്ക് ചെയ്തോണ്ടിരിക്ക. എന്തോ നാടി ഇതൊക്കെ? അവിടെ ഒരു മെയിലും പുയിലും. ഈ ഓഫീസിലുള്ളവർക്കൊന്നും ഉറക്കയില്ലേ? പാതിരാത്രി നേരത്ത് കഷ്ടം തന്നെ. ഉറങ്ങിയതായിരിക്കോ? എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്റെ കരിക്കുത്തിയമ്മേ, നീ തന്നെ നോക്കിക്കോണം. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, അമ്മ എന്തോ സ്വപ്നം കണ്ടതാ. വെറും ഒരു സ്വപ്നം കണ്ടതിനാണോ ഇത്രയും ടെൻഷൻ ഇരിക്കുന്നത്? ഉണരുമ്പോ മറക്കേണ്ടതാണ് സ്വപ്നം. അല്ലാതെ അതും ഓർത്തിരുന്നാൽ ജീവിതത്തിന് പ്രത്യേക പ്രയോജനമൊന്നും ഉണ്ടാകില്ല. അത് നല്ല സ്വപ്നമായാലും ചീത്ത സ്വപ്നമായാലും അങ്ങനെ തന്നെ. അത് അത്ര നിസ്സാരമായി മറക്കാൻ പറ്റുന്ന സ്വപ്നമല്ല ബാലമ്മ. എന്റെ മുന്നിൽ എന്റെ കുഞ്ഞ് തല പൊട്ടിക്കിടക്കെന്നൊക്കെ പറഞ്ഞ, അയ്യോ, അത് ഓർക്കുമ്പോ ഇപ്പോഴും എന്റെ നെഞ്ചില് ഇടിവെട്ട് പോലത്തെ കിടക്കുക. അതിനെ കുറിച്ചൊന്നും ഓർക്കണ്ടമ്മേ. ഈ സ്വപ്നത്തെക്കാളൊക്കെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളെ മറികടന്ന ആളാ അമ്മ. അതുകൊണ്ട് തന്നെ വെറും ഒരു സ്വപ്നത്തിനെ അമ്മ എന്തിനാ പേടിക്കുന്നേ? എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഞാൻ നിന്നെ ദ്രോഹിക്കായിരുന്നു രവി. അതാ സത്യം. ഈ വീട്ടിലെ എല്ലാ ഭാരവും നിന്റെ തലയിൽ കെട്ടിവെച്ചു ഞാൻ. ഒരുപാട് വലിയ ഭാരം. നീ എന്നോട് ക്ഷമിക്കും. ഐ ആം റിയലി സോറി. അമ്മേ പ്ലീസ്, അമ്മ വീണ്ടും ഇക്കാര്യങ്ങൾ പറയരുത്. അമ്മയുടെ മുഖത്തൊരു ചിരി വന്ന് കാണാൻ ഞാൻ ഒരുപാട് വർഷം കാത്തിരുന്നതാ. അമ്മ വീണ്ടും ഈ ദുസ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞ് വിഷമിക്കാൻ തുടങ്ങുന്നത് എനിക്ക് മനപ്രയാസം ഉണ്ടാക്കും. എന്റെ എല്ലാ പ്രയത്നങ്ങൾക്കും ഒരു വിലയില്ലാതാവും പിന്നെ. അതുകൊണ്ട് അമ്മ ആദ്യം ആ സ്വപ്നത്തിന്റെ കാര്യം മറക്കണം. നാളെ രാവിലെ ഉണരുമ്പോ അമ്മ ഫ്രഷ് ആയിട്ട് വേണം എനിക്ക് കാണാൻ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സുന്ദരി ഗായത്രി ദേവി അമ്മേ. ഇപ്പൊ അമ്മ കൂടുതലൊന്നും ചിന്തിക്കാതെ സുഖമായി കിടന്നു. ഉറക്കം വന്നോളൂ. ബ്രദർ
ഇതെന്തിനാ മോർണിംഗ് വാക്കിന് കാർ എടുത്തോണ്ട് പോകുന്നത്? സർപ്രൈസ് ഗിഫ്റ്റ് ട്രാക്കർ വാച്ച് കൊടുക്കാന്ന് വെച്ചപ്പോ മിന്നൽ വേഗത്തിൽ പോയി കളഞ്ഞല്ലോ. എന്തോ ഒരു എമർജൻസി ഉള്ളതുപോലെ ആണല്ലോ പോക്ക്. അതെന്തായിരിക്കും? സർപ്രൈസ് ആയിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാലോ, ജസ്റ്റ് ഒരു ത്രില്ലായിട്ട്. ഗോപി, മാഡം, മൈ ഗോഡ്, ബ്രദറിന് ഭയങ്കര സ്പീഡിലാണല്ലോ കാർ ഓടിക്കുന്നത്. ടാക്സിയോട് വിട്ട് അത് രാവിലെ ഇത് എങ്ങോട്ടായി പോകുന്നതെന്ന് മനസ്സിലാവുന്നേ ഇല്ലല്ലോ. എന്തൊരു സ്പീഡ്! കം ഓൺ ബ്രദറിൻലോ, സ്ലോ ഡൗൺ, കം ഓൺ. എന്തിനാ ശ്രീ സാറിന് ഇങ്ങനെ മെസ്സേജ് അയച്ചത്? നിനക്ക് ടെൻഷനാണെന്ന് വെച്ച് നീ എന്തിനാ രവിവർമ്മൻ സാറിനും കൂടെ ടെൻഷൻ അടുപ്പിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നാ നീ പറയുന്നേ? ഞാൻ എത്ര പ്രാവശ്യം സാറിനെ വിളിച്ചതാ, എത്ര മെസ്സേജ് അയച്ചതാ. സാറാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല, പ്രതികരിക്കുന്നുമില്ല. ഉടനെ നീ കേറി എനിക്കിപ്പോ സാറിനെ കാണണമെന്ന് പറഞ്ഞ് ഉഗ്രനൊരു മെസ്സേജ് അയച്ചു. കൊള്ളാം, നിനക്ക് വട്ടാണ് ശ്രീ. നിന്റെ ഈ മെസ്സേജ് കാണുമ്പോ സാർ പെട്ടെന്ന് പേടിക്കുന്നു പോലും നീ ചിന്തിച്ചില്ല. സോറി, അങ്ങനൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല എനിക്ക്. നോക്ക്, ഇപ്പോഴും സാറിന് എന്തെങ്കിലും പറ്റിയോ എന്ന ഭയമാണ് എനിക്ക്. ഞാൻ എത്രമാത്രം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും സാർ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ തിരികെ വിളിക്കാത്തെന്താ? അതെന്താ നീ ഇത്ര നേരമായിട്ട് ആലോചിക്കാതിരുന്നേ? ചേടാ, ഇങ്ങോട്ടാണല്ലോ വന്നത്. ഇപ്പൊ കാണാനുമില്ല. ലെഫ്റ്റ് തിരിഞ്ഞു പോയോ അതോ റൈറ്റ് തിരിഞ്ഞു പോയോ? ഛേ, ഇത്രയും ദൂരം വരേണ്ട കാര്യം എന്താ? അത് ഇതുപോലത്തെ ഒരു ഏരിയയില്. ഓ മൈ ഗോഡ്. ഹലോ മേഡം, താനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വാസ്തവത്തിൽ തനിക്കെന്തോ പറ്റിയെന്ന് ഭയന്നാ ഞാൻ ഓടി വന്നത്. താനാണെങ്കിൽ എന്നോട് അന്വേഷിക്കുന്നു ഞാൻ ഓക്കെയാണോ എന്ന്. ഇല്ല സർ, എനിക്കൊരു പ്രശ്നമില്ല. സാറിനോട് ദേഷ്യപ്പെട്ടാലും ഓക്കെയാ. എനിക്ക് സാറിനെ കാണണം തോന്നി, അതിനാ മെസ്സേജ് അയച്ചത്. രാത്രി മുഴുവൻ എന്തോരം ഭയം പോലായിരുന്നു സാർ എനിക്ക്. അങ്ങോട്ട് വിളിച്ചു നോക്കിയപ്പോ സാറ് ഫോൺ എടുത്തില്ല. അപ്പഴാ സാറിന് എന്തെങ്കിലും പറ്റുമെന്ന് കരുതി ഞാൻ പേടിച്ചു പോയത്. സാറിനെ നേരിട്ട് ഈ കാണും വരെ എനിക്കൊരു തരം വല്ലാത്ത ശ്വാസം മുട്ടലായിരുന്നു. ഞാൻ പേടിച്ച് പണ്ടാരടങ്ങിപ്പോയി. അത് ഞാൻ അമ്മയുടെ അടുത്ത്. അല്ല, താൻ എന്തിനാ ഇങ്ങനെയൊക്കെ പേടിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ആരെയെ ഭയക്കുന്നേ? വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചപ്പോഴെങ്കിലും തനിക്ക് പറയാറുന്നില്ലേ കുഴപ്പമൊന്നുമില്ലെന്ന്? എനിക്ക് അല്പം ആശ്വാസം കിട്ടിയേനെ. ഇതൊരുമാതിരി
സോറി സർ, എന്റെ മനസ്സിൽ അപ്പോ സാറിനെ കാണുന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാറിനെ വിഷമിപ്പിച്ചതിന് ഐ എം സോറി. വെറും സോറിയുടെ പ്രശ്നമല്ല, ഒരുപാട് പേടിച്ചു. അമ്മയ്ക്കാണെങ്കിൽ പ്രായക്കൂടുതലുണ്ടെന്ന് പറയാം, പക്ഷെ താനും കൂടി ഇങ്ങനെയൊക്കെ ചെയ്ത എങ്ങനെയാ? അമ്മ രാത്രി ഏതോ സ്വപ്നം കണ്ട ആകെ പ്രശ്നമായി. മനസ്സ് മുഴുവൻ ആ ചിന്തയിലായിരുന്നു. അതിനിടയിലാ താനും. വണ്ടി എടുത്ത് മാറ്റണോ? കുറെ നേരമായല്ലോ ഹോൺ അടിക്കുന്നു. ഓ, ഒരു ലേഡിയാണല്ലോ. എന്തിനാ വേണം ഞാൻ വെയിറ്റ് ചെയ്യുന്നേ? കാർ പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? കുറെ എണ്ണ കാറും എടുത്ത് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താൻ. ഈ കൊച്ചിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ, ഇതാ വർമ്മൻ ഗ്രൂപ്പിലെ രണ്ടാമത്തവന്റെ ഭാര്യയല്ലേ? എന്റെ ദൈവമേ, എവരെന്താ ഇവിടെ? നമസ്കാരം മാഡം, വഴിതെറ്റി വന്നതായിരിക്കും അല്ലേ? ഈ വഴി എങ്ങോട്ടാ പോകുന്നേ? ഈ വഴി ഒരിടത്തോട്ടും പോവില്ല. ഗവൺമെന്റിന്റെ കെട്ടിയടച്ച സ്യൂവേജ് ഫാമാ. ഓ, ഇതോ? ഇത് കറങ്ങി തിരിഞ്ഞൊരു കോളനിയിലെത്തും. മാഡത്തിന് എങ്ങോട്ടാ പോകണ്ടേ? ഒരിടത്തും പോണ്ട, താങ്ക്സ്. പ്ലീസ് സർ, വേണ്ടെന്ന് പറയരുത്. സാർ തന്നെ എപ്പോഴും പറയാറില്ലേ, വിശ്വാസമാണ് ദൈവം എന്ന്. ഇത് എന്റെ വിശ്വാസമാണ് സർ. ഞാൻ സാറിന് നൽകുന്ന എന്റെ വിശ്വാസം. പ്ലീസ് സർ. ഡോണ്ട് വരി സർ, ആരും കാണാത്ത പോലെ കുങ്കുമം തൊട്ടിട്ടുള്ളത്. ഓ, ഓക്കെ. താൻ ദൈവത്തെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടല്ലേ? അതെ സർ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കഥകളും താൻ ഒരുപാട് കേട്ട് കാണുമല്ലോ. എല്ലാ കഥകളുടെ അവസാനം ദൈവം ജയിക്കോ അതോ അസുരന്മാർ ജയിക്കോ? ഉത്തരം പറയൂ. അതിനെന്താ സർ സംശയം? ദൈവമേ ജയിക്കുള്ളൂ സർ. കറക്റ്റ്. ദൈവം എന്ന നന്മ കൂടിയാണ് അല്ലേ? ഏത് യുദ്ധത്തിനൊടുവിലും നന്മ മാത്രം ജയിക്കുന്ന യുദ്ധങ്ങളേ ഉള്ളൂ. ദൈവത്തിന്റെ പിന്നിലുള്ള വിശ്വാസത്തിന്റെ തത്വം തന്നെ അതാ. സോ യു ബിലീവ് യു വിൽ ഗെറ്റ്. താൻ വിശ്വസിക്കുക, തനിക്ക് കിട്ടും എല്ലാം, സമാധാനം ഉൾപ്പെടെ. கவலை வேண்டம்மா, உன் பக்கம் நான் இருக்கேன். ഭാഗ്യം എല്ലാവർക്കും എപ്പോഴും എളുപ്പം കിട്ടുന്നതല്ല. അതാദ്യം നമ്മളെ കുറേ കഷ്ടപ്പെടുത്തും, എന്നിട്ടേ വരും അനുഗ്രഹിക്കാൻ. ഭാഗ്യം മാത്രമല്ല, ഭാഗ്യത്തിനൊപ്പം ഭയവും വരും ചിലപ്പോൾ. അതിനെ നേരിടാനുള്ള മനക്കരുത്ത് നിനക്ക് വേണം. അതിനെ വേണം നീ കണ്ടെത്താൻ. തിരഞ്ഞു തിരഞ്ഞു ചെല്ലുമ്പോൾ ഒടുവിൽ നീ നിന്നെ തന്നെ കണ്ടെത്തും. ഒരു നാൾ എല്ലാ സത്യത്തെയും നീ തിരിച്ചറിയും. സത്യം തിരിച്ചറിയുമ്പോഴേ അമ്മയ്ക്കും സമാധാനമാകും. ഈശ്വരമ്മ പറയുന്നത് മുഴുവനായിട്ട് മനസ്സിലായില്ല. മനസ്സിലാകരുത്. ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ ഒളിപ്പിച്ചു വെച്ചേ പറയാവൂ, അല്ലെങ്കിൽ മനുഷ്യൻ പേടിക്കും. ഒന്നു മാത്രം ഓർത്തോളൂ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല ഒരിക്കലും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ,
നീ ഈശ്വരിയമ്മ പറഞ്ഞു കേട്ടില്ലേ, സ്വപ്നങ്ങൾ വരും പോകുമെന്ന്. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടെന്ന്. അമ്മേ, അതിന് ഞാനെന്ന് സ്വപ്നമൊന്നും കണ്ടില്ലല്ലോ. പിന്നെ കാണാതെ ഈശ്വരമ്മ വെറുതെ പറയോ? നീ സ്വപ്നം കണ്ടിരിക്കുന്ന ഉറപ്പല്ലേ? നേരെ വെളുത്തപ്പോ മറന്നുപോയതായിരിക്കും. ഭാഗ്യത്തിനൊപ്പം ഭയവും. എന്തായിരിക്കും ഭാഗ്യവും ഭയവും? യൂസ്ലെസ്സോ? അതാരെ മനസ്സിലായില്ല. ആ അത് ഞാൻ പറയാം. നോ 1 minute, I'll show you. ഇതാണ് ആള്. ഓ, ഇയാളാണോ? ഇയാൾക്ക് ബ്രദറിനെ അറിയാന്നാ പറഞ്ഞത്. ആൻഡ് ഹീസ് ടെലിംഗ് സം അൺബിലീവബിൾ സ്റ്റോറീസ്. എനിക്ക് അയാളുടെ സംസാരം ഇഷ്ടപ്പെട്ടില്ല. ഇയാളെ അത്ര കാര്യമൊക്കെ ഉണ്ട് അനീതിക്കുട്ടി. ഇയാള് നമ്മുടെ കമ്പനിയുടെ പഴയൊരു ഡീലറാ, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ. അതയാൾ അന്നേ ഒഴിവാക്കിയത്. അല്ല, അനീതിക്കുട്ടി എന്തിനാ എന്നെ ഫോളോ ചെയ്തത്? ഗിഫ്റ്റ് ഞാൻ വീട്ടിൽ മടങ്ങി വരുമ്പോ തന്നാ മതിയായിരുന്നല്ലോ. അത് ഞാൻ പറഞ്ഞില്ലേ, ബ്രദറിന്റെ കാറിൽ പായുന്നത് കണ്ടപ്പോ ഫോളോ ചെയ്യാനൊരു ത്രില്ല്, അത്രേ ഉള്ളൂ. എന്തായാലും അത് കഴിഞ്ഞു. ഇനി ബ്രദറിലേക്ക് ഈ ഗിഫ്റ്റ് വാങ്ങാം. താങ്ക് യു. വാവ്, വണ്ടർഫുൾ അനിതിക്കുട്ടി. താങ്ക് യു സോ മച്ച്. അമ്മ ഇത് കണ്ടോ? അനിതിക്കുട്ടി പറഞ്ഞത് കറക്റ്റാ. ഈ ട്രാക്കർ വാച്ചിൽ ഒരാളുടെ BP ലെവൽ, ഹാർട്ട് ബീറ്റ് റേറ്റ്, അതോടൊപ്പം സ്ട്രെസ് ലെവൽ വരെ മെഷർ ചെയ്യാൻ പറ്റും. കറക്റ്റ്. ഈ ഗിഫ്റ്റ് ഞാനിപ്പോ മനഃപൂർവ്വം തന്നതാ. ഇനി ബ്രദറിനോട് വിവാഹം കഴിയുന്നത് വരെ ഇതായിരിക്കും ബ്രദറിനോട് പാർട്ട്ണർ. അപ്പോ വിവാഹം കഴിഞ്ഞാലോ? കമോൺ ബാലമ്മ. അതിനുശേഷം സീനിൽ മിസ്സസ് രവിചന്ദ്ര വർമ്മൻ വരുമല്ലോ. പിന്നെ ആ മാഡം നോക്കിക്കോളും ഈ മിസ്റ്ററിന്റെ കാര്യം. ആ, നീ ഈ സമയത്ത് വന്നത് നന്നായി. ഞങ്ങൾക്ക് രഘുവിനോടും നിന്നോടുമായി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ മദറിനല്ലോ. ഞാൻ രഘുവിനെ വിളിക്കട്ടെ? രഘുവിനോട് ഞാൻ പിന്നെ പറഞ്ഞോളാം. കുറച്ചു ദിവസം എനിക്ക് ഓഫീസിൽ നിന്ന് ഈ വീട്ടിൽ വന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഓഫീസിനടുത്തുള്ള ഗസ്റ്റ് ഹൌസിൽ പോയി താമസിച്ചാലോ എന്ന് വിചാരിക്കുക. അമ്മ എന്റെ കൂടെ വരികയാണ് അവിടേക്ക്. ഞാനും. ഓ, അത് ശരി. അതിനെത്ര പെട്ടെന്ന്? പെട്ടെന്നല്ല, അമ്മയ്ക്ക് ഒരു ചേഞ്ച് ആട്ടെ എന്ന് വിചാരിച്ചു. രാജനന്ദിനി ആൻഡ് കമ്പനി ചെമ്പകപുരം എന്നുണ്ട്. പക്ഷെ ഗൂഗിളിൽ വേറൊന്നും കാണുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. മാഡം ഇന്നലെ ചോദിച്ച ഫയൽ. സ്വാതി, എനിക്ക് രാജനന്ദിനി ഫാബ്രിക്സിന്റെ ഫാക്ടറിയുടെയും ഗോഡൌണുകളുടെയും കുറച്ച് ഡീറ്റെയിൽസ് വേണമായിരുന്നു. എന്തിനാ മാഡം? എന്തുപറ്റി? രാജനന്ദിനി ഫാബ്രിക്സിന്റെ ഒരു ഗോഡൌണ് പ്രവർത്തനം ഇല്ലാതെ കിടക്കാം. പക്ഷെ കമ്പനി കൃത്യമായി ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതിന്റെ ബില്ലുകൾ ഈ ഫയലിലുണ്ട്. ചെമ്പകപുരത്ത് ആ ഗോഡൌൺ. ആരും ഇതുവരെ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. താൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല മാഡം, ഞാനും ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഒരു കാര്യം ചെയ്യൂ മാഡം, രവിവർമ്മൻ സാറിനോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്കൂ. സാറിന് ഇതൊക്കെ കൃത്യമായി അറിയാൻ പറ്റും. ശരി, നോക്കാം.
ഈ ഫയലിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടല്ലോ. അതോ ആ കെട്ടിടത്തിലാണോ? ഈ ഫയൽ ഇങ്ങനെ വീണ്ടും വീണ് താഴെ വീഴുമ്പോ മുമ്പ് സാറ് കളി പറഞ്ഞതുപോലെ ഇതിലെ ആത്മാക്കള് വല്ലതും എന്നോട് എന്തെങ്കിലും പറയാനാണോ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ ആരുടേതായിരിക്കും ആ ആത്മാവ്? ഹലോ, ആ സന്ദീപ് കൂടെ ഉണ്ടല്ലോ. എടാ ദീപു, നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ? ആ കൃഷ്ണേ, ചാർജ് തീർന്ന് ഓഫായി പോയി. ആ അതാ ദാ നിന്റെ ഫ്രണ്ട് ആദർശ് നാട്ടിൽ നിന്ന് വിളിക്കുന്നു. ആ പറയാ ആദർശ്, നീ എപ്പോഴാ ബാംഗ്ലൂരിൽ നിന്ന് വന്നേ? ആ പറ. അല്ല, ഏത് വണ്ടിക്കാ? അല്ല കൃഷ്ണേ, ഇപ്പൊ ഫോണില് സന്ദീപ് ഉണ്ടോന്നല്ലേ ഒരാള് ചോദിച്ചത്. പിന്നെ മോളെന്തിനാ ആ ഫോൺ ദീപുവിന് കൊടുത്തത്? അയ്യോ ആന്റി, ദീപുവിന്റെ യഥാർത്ഥ പേര് സന്ദീപ് എന്നാ. സ്കൂൾ റെക്കോർഡിൽ പേര് സന്ദീപ്. ഞങ്ങള് വിളിച്ച് ദീപുന്നാക്കി. അയ്യോ ആണോ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എന്റെ കരിക്കുട്ടിയമ്മേ, അപ്പൊ സാ എന്ന അക്ഷരത്തിലുള്ള പേരുകാരനായിരിക്കും ശ്രീയെ കല്യാണം കഴിക്കുന്നതെന്നും അവൾക്ക് ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരുമെന്നും ഈശ്വരമ്മ പറഞ്ഞത് ഈ ദീപുവിന് ഉദ്ദേശിച്ചായിരിക്കുവോ? ഈ ദീപുവിന്റെ യഥാർത്ഥ പേര് സന്ദീപ് എന്നാണല്ലോ. സായിലാണ് പേരിന്റെ തുടക്കം. ദീപുമോനെ, ഇതും കൂടെ കഴിച്ചോ? അയ്യോ ആന്റി, ഞാൻ നേരത്തെ എടുത്താണല്ലോ. അതിനെന്താ, ഇതും കൂടെ കഴിച്ചോ. ഇഷ്ടമുള്ളതുകൊണ്ട് തരുന്നതല്ലേ. ശരി ശരി ആദർശ്, ഞാൻ വിളിച്ചോളാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ദീപു സന്ദീപ്, ദീപു സന്ദീപ്, സന്ദീപ്. ഓ, കൈവിട്ടുപോയ ഭാഗ്യായിരുന്നു ഈ ബന്ധം. എന്റെ കരിക്കുട്ടിയമ്മേ, കൊള്ളാലോ. അല്ല പിന്നെ അയ്യോ സിസ്റ്ററെ, സോറി. വണ്ടി ഓടിച്ചോണ്ടാണോ ഫോണിൽ സംസാരിക്കുന്നത്? വൃത്തികെട്ട മനുഷ്യൻ. ഹലോ, സോറി പറഞ്ഞല്ലോ. ഇനി നഷ്ടപരിഹാരം എന്താന്ന് വെച്ചാൽ ചോദിച്ചാ മതി. കിടന്ന് ഒച്ച വെച്ച് ആളെ കൂട്ടണ്ട. 100-200 രൂപ ഇപ്പൊ തന്നെ കൈ തരാം. ആർക്ക് വേണോടോ തന്റെ 200 രൂപ? അത് കൊണ്ടുപോയി തന്റെ നാട്ടിലെ കെട്ടിയോക്ക് കൊടുത്താൽ മതി. മുറുക്കാൻ വാങ്ങിച്ച് ചവച്ചോളും. ഓ, അപ്പൊ തുക കുറഞ്ഞു പോയതാണ് നിന്റെ പ്രശ്നം അല്ലേ? ഒരു കാര്യം ചെയ്തേക്കാം, റൗണ്ടാക്കി ഒരു 1000 രൂപ തന്നേക്കാം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എന്താ, ഉറപ്പിക്കാവോ? ഉറപ്പിക്കാൻ തന്റെ ഇനി താൻ വലുതും പറഞ്ഞ എന്റെ കാലിൽ ചെരുപ്പാ കിടക്കുന്നത്. താൻ വിവരം അറിയേ? ഓ പിന്നെ, ഈ ചെരുപ്പ് വരുമ്പോ ഞാൻ നെഞ്ചു വിരിച്ചങ്ങ് നിന്ന് തരാൻ പോയില്ലേ. ഒന്ന് പോവച്ചവിടെ. നേഴ്സാണ് പോലും, നേഴ്സ്. നേഴ്സ് എന്ന് പറഞ്ഞാലേ നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിത്രമുണ്ട്, മാലാഖ. പക്ഷെ നീയേ മാലാഖയല്ല, വടയക്ഷിയാണ്, വടയക്ഷി. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയടോ. കൊച്ചേ, വെറുതെ തമാശ കളിക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യോ, എന്താ ഇവിടെ നടക്കുന്നേ? എടിമായെ, എന്തു പറ്റി? ചെരുപ്പ് താഴെയിടാതെ, ചെരുപ്പ് താഴെയിടാൻ. എന്തായാലും പുതിയ ഇറക്കുമതി കൊള്ളാം സരോജമ്മ. ഇതുപോലെ കുറെ എണ്ണം ഉണ്ടെങ്കിൽ ഈ കോളനി മാന്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. തന്റെ മാന്യതയൊക്കെ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ദേഹത്ത് വണ്ടിയെ കൊണ്ടിടിച്ചിരുന്ന് മാന്യത പറയുന്നോ? മായൊന്നും മിണ്ടാതിരിക്കെ, വാ വീട്ടിൽ പോവാ. എന്റെ കുഞ്ഞമ്മ ഇയാളെ പോലുള്ളവർ പേടിച്ചാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇനി എന്നോട് സംസാരിക്കണ്ട. നോക്കുന്നുണ്ടല്ലേ മടുക്കൂസം.
ഇല്ല ബാലമ്മ, അത്യാവശ്യമൊന്നുമില്ല. പിന്നെ ചെറിയ കാലുവേദനയുണ്ട്, അതിപ്പം മാറും. ബാലമ്മ വൈകുന്നേരം വന്നാലും മതി. ഞാനിങ്ങനെ വെറുതെ ബോറടിച്ചിരിക്കുക. വൈകിട്ട് ഇവിടെ അടുത്തുള്ള ദുർഗാക്ഷേത്രത്തിലൊന്ന് പോയാലോ എന്ന് ആലോചിക്കുക. ശരി ബാലമ്മ, വരൂ, നമുക്ക് ഒരുമിച്ച് പോവാം. ശരി ബാലമ്മ. ആ, അമ്പലത്തിന്റെ കാര്യം ഓർത്തപ്പോഴാ എത്ര നാളായി വിചാരിക്കുന്നു ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന്. ഒന്ന് ഫോൺ വിളിച്ചു ചോദിച്ചാലോ, ഇന്ന് ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാമോന്ന്. അല്ലെങ്കിൽ വേണ്ട, വല്ല ജോലി തിരക്കിലും ആണെങ്കിലോ. ഇത്രയും ദേഷ്യം കാണിക്കാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞുകൂടാത്ത ശ്രീലക്ഷ്മിയുടെ മുന്നിൽ. അവൾ അപ്സെറ്റായി എന്നുള്ളത് തീർച്ചയാണ്. ഞാൻ തന്നെ വേണം അവളെ സമാധാനിപ്പിച്ചെടുക്കാൻ. ഇപ്പൊ പുറത്തു പോകാനുള്ള സമയമല്ല, തിരിച്ചകത്ത് പോകാനാ. ഷീ നീഡ്സ് മീ ബാഡ്ലി. ഞാൻ അവിടെ വേണം. ഇതെന്ത് സ്വഭാവമെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇപ്പൊ ഏത് കാര്യത്തിന് ദേഷ്യപ്പെടുന്നു പ്രവചിക്കാൻ പറ്റില്ല. ഏതായാലും ഈ സ്വഭാവം വീട്ടിൽ നിന്ന് കിട്ടില്ലെന്ന് ഉറപ്പാ. സാറിന്റെ അമ്മയാണെങ്കിൽ എത്ര ശാന്തമായ സ്വഭാവ. പാവ അമ്മ. ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവം ആ അമ്മ എങ്ങനെ സഹിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാ. ഹലോ ഹലോ ശ്രീലക്ഷ്മി, ബിസിയാണോ? ഞാൻ ഗായത്രി ദേവിയാണ്, രവിചന്ദ്രവർമ്മന്റെ അമ്മ. 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ നമുക്ക്? അയ്യോ എന്റെ ദൈവമേ, അമ്മയ്ക്ക് 100 ആയുസാ. ഞാൻ ഇപ്പൊ അമ്മയെ പറ്റി ഓർത്തേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മയുടെ ഫോൺ വന്നു. ആണോ? ആ, ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. ഞാനും നിന്നെ ഫോൺ ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിക്കുകയായിരുന്നു കുറച്ചു നേരമായിട്ട്. പിന്നെ കരുതി നീ തിരക്കിലാണെങ്കിൽ വിളിച്ച് ശല്യം ചെയ്യണ്ടെന്ന്. ഓ, എന്ത് ശല്യം? അമ്മയുടെ അല്ലേ ഈ ഓഫീസ് തന്നെ. എപ്പോ വേണമെങ്കിലും വിളിച്ച് എന്ത് വേണേലും പറയാലോ. സത്യം പറഞ്ഞ അമ്മ ഈ ഓഫീസിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. ഇടയ്ക്ക് ഇങ്ങോട്ട് വാ അമ്മേ, ഞങ്ങൾക്കൊക്കെ അമ്മയെ കാണാലോ. ശരിയാ, വരണം. ഞാനാണെങ്കി ദിവസം 1 പ്രാവശ്യമെങ്കിലും നിന്നെപ്പറ്റി ആലോചിക്കാറുണ്ട്. സത്യം പറഞ്ഞ ഇന്ന് നിന്നെ കാണണമെന്ന് തോന്നി എനിക്ക്. ഞാനാണെങ്കി ഇവിടെ അടുത്ത് ഗസ്റ്റ് ഹൗസിലുണ്ടിപ്പോ. അവിടെ വീട്ടിലേക്ക് നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചെങ്കിലും നീ അത്രയും ദൂരം വരണ്ടേന്ന് കരുതിയിട്ടാ പിന്നെ വിളിക്കാതിരുന്നത്. ഇപ്പോ ഞാൻ ഓഫീസിനടുത്ത ഗസ്റ്റ് ഹൗസിലുണ്ടല്ലോ. മോള് ഫ്രീ ആണെങ്കി ഒന്നിവിടെ വരെ വന്നിട്ട് പോവോ? കാണാം നമുക്ക്. എന്താ, വരാൻ പറ്റുമോ? ഹലോ, മോളെ ശ്രീലക്ഷ്മി. ആ, അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അങ്ങോട്ട് വിളിക്കുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഇന്നത്തെ ഇവിടെയുള്ള എല്ലാ മീറ്റിംഗ്സും ക്യാൻസൽ ആയിരിക്കാം. ഞാൻ കുറച്ച് ഫ്രീയാ. ഞാൻ തീർച്ചയായിട്ടും അവിടെ വന്ന് കാണാം. വളരെ സന്തോഷായി മോളെ. വേഗം വരുവോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ശരി, ഉടൻ വരാം. ആരായിരുന്നു അത്? സർ, അല്ല, ഫോണിൽ ആരോടാ സംസാരിച്ചതെന്ന്? അത് എന്റെ ഒരു പുതിയ സുഹൃത്താണ് സർ. താനെവിടെ പോവാണെന്ന് തോന്നുന്നു. പോണം, സുഹൃത്തിന്റെ അടുത്തേക്കാ. ഇന്നിവിടെ ഇനി മീറ്റിംഗ്സ് ഒന്നും ഇല്ലല്ലോ സർ. എന്റെ മറ്റു ജോലികളൊക്കെ ഞാൻ തീർത്തു കഴിഞ്ഞു. സമയം കഴിയാറ്. അപ്പൊ പിന്നെ എവിടെ പോകുന്ന പറഞ്ഞത്? ഞാനിപ്പോ പറഞ്ഞതല്ലേ ഉള്ളു സർ, സുഹൃത്തിന്റെ അടുത്തേക്ക്. ഹലോ മേഡം, ആ സുഹൃത്തിന് പേരില്ലേന്നാ ഞാൻ ചോദിച്ചത്.
പേരൊക്കെ ഉണ്ട് സർ. പക്ഷെ അതൊക്കെ പറഞ്ഞ് സാറിനെ ഞാൻ ഇനി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. രവി, ആ അമ്മേ. അവള് വന്നില്ലല്ലേ? അവളോ? അമ്മ വേറെ ആരോ പ്രതീക്ഷിക്കായിരുന്നു തോന്നുന്നു. നീ നേരത്തെ വന്നില്ലേ? അതിന്റെ ഒരു സന്തോഷത്തിൽ എന്തോ പറഞ്ഞതാ. ആ അതമ്മേ, ഓഫീസില് മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ആയല്ലേ? അത് അമ്മ എങ്ങനെ അറിഞ്ഞു? വെറുതെ ഒന്ന് ഗസ് ചെയ്തതാ, അല്ലാതെ ഞാനെങ്ങനെ അറിയാനാ? അല്ല, നിന്റെ മുഖത്തൊരു വല്ലായ്മ ഉണ്ടല്ലോ, എന്തു പറ്റി? അതമ്മേ, ചെറിയൊരു തലവേദന, അതാ നേരത്തെ പോകുന്നത്. തലവേദനയോ? എന്നാ മരുന്ന് കൊണ്ടുവരട്ടെ? വേണ്ടമ്മേ, അല്പം റെസ്റ്റ് എടുത്താൽ മതി. പോയിക്കോളൂ. നീ ഇങ്ങോട്ട് വരുന്ന കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ശ്രീലക്ഷ്മിയും കൂടെ വരാൻ പറയായിരുന്നു. അവളിപ്പോ ഒറ്റയ്ക്ക് വരുമായിരിക്കും. ശ്രീലക്ഷ്മിയോ? ആ, ശ്രീലക്ഷ്മി, നമ്മുടെ ഓഫീസിലെ. ഞാൻ ആ കുട്ടിയെ വിളിച്ചിരുന്നു, ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് കാണാൻ. വാ മോളെ. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഹലോ. രവി ഇങ്ങോട്ട് വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ മോളോടും കൂടെ വരാൻ പറയുമായിരുന്നു ഞാൻ. എനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നാനേ. ശ്രീലക്ഷ്മി എന്നോടൊന്നും പറഞ്ഞില്ല, മനഃപൂർവ്വമാണെന്ന് തോന്നുന്നു. അതമ്മേ, ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നമ്മുടെ ബോസിനെ ശല്യപ്പെടുത്തുന്നത് ശരിയാണോ? ഞാൻ വിചാരിച്ചു സാറ് ബിസി ആയിരിക്കുന്നു. സാറും വീട്ടിലേക്കാണ് വരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, സത്യം. ആ, അത് ശരിയാ. ഇവന്റെ കാര്യം എനിക്ക് തന്നെ അറിയില്ല, പിന്നെ നിനക്ക്. ആളിതേ ഇപ്പൊ വന്ന് കയറിയിട്ട് പറയുന്നു തലവേദനയാണെന്ന്. മരുന്ന് തരട്ടെന്ന് ചോദിച്ചപ്പോ വേണ്ടതാനും. അല്ല രവി, നീ പോയി ഫ്രഷ് ആയിട്ട് റെസ്റ്റ് എടുക്ക. എനിക്കിതേ ഇവളുമായിട്ട് ഒരുപാട് സംസാരിക്കാനുള്ളതാ. ശരിയമ്മേ, ഞാൻ പോണു. സർ, എന്തു പറ്റി സർ തലവേദന വരാൻ? ഓഫീസിൽ ആരെങ്കിലും സാറ് പറഞ്ഞത് കേൾക്കാതെ പ്രവർത്തിച്ചോ? അല്ലെങ്കിൽ ലിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കയറാതെ അനുസരണക്കേട് വല്ലതും? അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല. ഇതിപ്പോ ഫ്രഷ് ആയിട്ടൊന്ന് ചായ കുടിച്ചാൽ മാറും. മോള് വാ, വന്നിരിക്കും. വാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു അവിടെ? നല്ല പ്രഷർ ഉണ്ടാവുമല്ലേ? എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടമ്മ. പുതിയ പോസ്റ്റിലെ റെസ്പോൺസിബിലിറ്റി കൂടിയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനും നോക്കാം നീ എങ്ങനെയാ ചായ ഇടുന്നേന്ന്. വാ. അയ്യോ, എന്ത് പറ്റി? ഏയ്, ഒന്നുമില്ല മോളെ. കാല് താഴെ ഊന്നിയപ്പോ പാദം വേദന എടുക്കുന്നു. പ്രായമായി വരികയല്ലേ. എങ്കി അമ്മ നിക്കണ്ട, ഇരിക്കവിടെ. അയ്യോ അയ്യോ അമ്മ, ഒരു മിനിറ്റ്. അമ്മേ, എന്തു പറ്റി? എന്തു പറ്റി അമ്മേ? ഏയ്, ഒന്നുമില്ലടാ. തലവേദനയായിട്ട് നിന്റെ അടുത്ത് റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പോയി റെസ്റ്റ് എടുക്ക. എനിക്കൊന്നുമില്ല. അല്ല മാം, അത് പേടിക്കണ്ട.
ഞാൻ നന്നായി മസാജ് ചെയ്ത് തരാം. അമ്മയുടെ കാലുവേദനക്ക് ഇപ്പൊ പമ്പ് കിടക്കും. ഏയ് മോളൊന്നും ചെയ്യണ്ട, എഴുന്നേറ്റേ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ. അമ്മ വെറുതെ ഇരിക്കേ, ഇത് ഞാൻ ചെയ്യട്ടെ. സർ, കുറച്ച് എണ്ണ കിട്ടിയെങ്കിൽ നന്നായിരുന്നു. എണ്ണ എന്തിനാ ചിരിക്കുന്നത്? മോനെ, ഇവൾ ഉദ്ദേശിച്ചത് വെളിച്ചെണ്ണയല്ല, മുറിവെണ്ണയാ, തൈലം. ആ, നീ ഇതെടുത്തെന്റെ അടുത്ത ഷെൽഫിലെ മുറിവെണ്ണ ഇരിപ്പുണ്ട്, അതെടുത്തോണ്ട് വാ. തൈലം. ആ, ദാ. എന്താ അവളുടെ പേര്? ലേഖയെന്നോ മറ്റോ? ലേഖയല്ലടി, രേഖ. രേഖ മാഡം, നമ്മുടെ ഭാഗ്യലക്ഷ്മി. ആ പേര് അവർക്ക് ചേരുന്നു. അവര് മുഖാന്തരം വേണം എനിക്ക് വർമ്മൻ കമ്പനിയിൽ പിടിച്ചു കയറാൻ. നീ നോക്കിക്കോ, ഒരു ദിവസം എല്ലാം നടക്കും ഉറപ്പാ. അതിനവരുടെ അഡ്രസ് പോലും ഇപ്പൊ കാണാനില്ലല്ലോ, വിളിയൂല്ല. അതും ശരിയാണ്. ഏതായാലും അവര് പോണെങ്കി പിന്നെയും ഉണ്ടല്ലോ ആൾക്കാര്. നമ്മുടെ സാൻഡ്ര മാഡം തന്നെ. അയ്യോ ചേട്ടാ, ആ പെങ്കൊച്ചൊരു ചട്ടമ്പിയാണെന്നാ പറഞ്ഞു കേൾക്കുന്നത്. അവളെ സൂക്ഷിച്ചോണം. ആ സരോജൻ ചേച്ചിയുടെ വീട്ടില് കള്ളപ്പണം കൊണ്ട് വെയ്പ്പിച്ചത് പോലും ആ സാന്ദ്ര മേഡം ആണെന്നാ കൃഷ്ണ പറയുന്നത്. അതൊക്കെ വെറും ചീള് തന്ത്രമല്ലേ. ഈ ത്രിവിക്രമിന്റെ അടുത്ത് ആ കൊച്ചിന്റെ ഒരു കളിയും നടക്കില്ല. ഇനിയിപ്പോ സാൻഡ്ര മാഡവും നമ്മളെ സഹായിച്ചില്ലെങ്കിൽ മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. ബെസ്റ്റ് ഓപ്ഷൻ. ബെസ്റ്റ് ഓപ്ഷനോ? അതെന്താ അത്? നീ ഇങ്ങനെ ഒരു പൊട്ടിയായി പോയല്ലോ. മൂന്നാമത്തെ ബെസ്റ്റ് ഓപ്ഷൻ സാക്ഷാൽ ശ്രീലക്ഷ്മി തന്നെ. ആ സുദർശനം കെട്ടിയോളും കൂടി ശ്രീലക്ഷ്മിയെ നമ്മുടെ ചെക്കനെ കൊണ്ട് കെട്ടിക്കാൻ വീണ്ടും ആഗ്രഹിക്കുകയല്ലേ. അതിന് കാരണക്കാരിയായ ആ ഈശ്വരി അമ്മയോട് വേണം നമ്മൾ നന്ദി പറയാൻ. ആ, അത് ശരിയാ. അല്ല, ആ ഈശ്വര്യമ്മയുടെ പ്രവചനത്തിന് പിന്നിൽ ചേട്ടന്റെ വക്രബുദ്ധിയൊന്നും ഇല്ലല്ലോ അല്ലേ? തന്നാലുണ്ടല്ലോ. എന്റെ പെങ്ങളാണെന്നും കെട്ടിക്കാനായ പെങ്കൊച്ചിന്റെ അമ്മയാണെന്നും ഞാൻ നോക്കില്ല. ശരി ശരി, ഞാൻ പറഞ്ഞത് പിൻവലിച്ചു. എന്തായാലും ചേട്ടന്റെ പദ്ധതി നടന്നു കിട്ടിയാൽ മതി എനിക്ക്. നടത്തും പപ്പി, ഞാനത് നടത്തിയെടുത്തിരിക്കും. ഇപ്പൊ എന്റെ കയ്യിലെ ഒന്നല്ല രണ്ടല്ല 3 ഓപ്ഷനാ ദൈവം നീട്ടി തന്നിരിക്കുന്നത്. 3-ൽ ഒരെണ്ണമെങ്കിലും വർക്കൗട്ടായിരിക്കും ഉറപ്പാ. നീ നോക്കിക്കോ, ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ നിന്ന് താമസിയാതെ രവിചന്ദ്രവർമ്മൻ ഔട്ടാ. പകരം മറ്റു ചില നാടകങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അത് ത്രിവിക്രമന്റെ വാക്കാ, പാറ പോലെ ഉറപ്പുള്ള വാക്ക്. അമ്മ പറഞ്ഞില്ലേ ചായ കുടിച്ച തലവേന പോകുന്നു. ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല അമ്മ, ഞാൻ പുറത്തുണ്ടാവും. ആ, മോള് പറ, നിന്റെ മനസ്സിൽ സത്യമായിട്ടും ആരെങ്കിലും ഉണ്ടോ? ഞാൻ സംസാരിക്കാം അവനോട്. നീ എന്താന്നും മിണ്ടാത്തെ? ഞാനവന്റെ കാല് തല്ലിയൊടിക്കുന്നൊന്നും പേടിക്കണ്ട നീ. ഞാനവന്റെ ചെവിക്ക് പിടിച്ച് മോളുടെ മുമ്പിൽ കൊണ്ടു നിർത്തി ഈ പൊന്ന് ശ്രീലക്ഷ്മി മോളെ നന്നായി നോക്കണമെന്ന് ഉപദേശിക്കും. അത്രേ ഉള്ളൂ. അയ്യോ അമ്മേ, അങ്ങനെയൊന്നും ഇല്ല അമ്മേ. ഞാൻ വെറുതെ തമാശക്ക്. പിന്നെ എനിക്ക് പോവാൻ സമയമായി അമ്മേ, ഞാൻ പോയിക്കോട്ടെ. അയ്യോ, ഇത്ര വേഗോ? കുറച്ചു സമയം കൂടി കഴിഞ്ഞിട്ട് പോവാം മോളെ.
അതമ്മേ വീട്ടിലൊന്നും പറയാതെ വന്നതാ ഞാൻ. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരാം. എന്നിട്ട് അമ്മയോടൊപ്പം ഒരുപാട് സമയം ഇരുന്ന് സംസാരിക്കാം. ഏതായാലും അമ്മ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, ഞാൻ വന്നോളാം. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. ആ അത് നീ പറയണ്ട. ഈ അമ്മയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും നിനക്കുള്ള പ്രാർത്ഥന. നോക്കി നടക്കണം മാഡം, വീണിട്ട് പല്ലിന്റെ എണ്ണം കുറയ്ക്കരുത്. അച്ഛനമ്മമാര് കല്യാണ ചെക്കനെ അന്വേഷിക്കില്ലേ, പല്ല് പോയാൽ കല്യാണം മുടങ്ങിപ്പോകും.